രാജി വേണ്ടേ എന്നാണ് ചോദ്യം. രാജി വേണം, രാജി വേണം, രാജി വേണം എന്നാണ് കേരളത്തിൽ തന്നെ കോൺഗ്രസിൽ തന്നെ അനുഭാവികളായിട്ടുള്ളവർ, കോൺഗ്രസിലെ പല നേതാക്കളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനുമപ്പുറം ഗൗരവമേറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഇതേതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്വകാര്യതയുടെ വിഷയമോ, ഒരു പൈങ്കിളി വർത്തമാനത്തിൻ്റെ പ്രശ്നമോ, സദാചാരത്തിൻ്റെ പ്രശ്നമോ, അതല്ലെങ്കിൽ നേരത്തെ മുകേഷ് MLAക്കെതിരെയോ വിൻസെൻറ്റിനെതിരെയോ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉന്നയിച്ചതുപോലെ ഒരു ബലാത്സംഗ ആരോപണമോ അല്ല എന്നുള്ളതാണ്. അതിനേക്കാൾ ഒരുപാട് ആഴമുള്ള, അതിനേക്കാൾ ഒരുപാട് ഗൗരവമേറിയ ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിലേത്. ഞാനിത് വിശദീകരിക്കാം. പക്ഷെ അപ്പോഴും എന്നെ സംശയമുനയിൽ നിർത്തുന്നത്, ഇപ്പോഴും ഷാഫി പറമ്പിൽ MP ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനവും അതിന് തൊട്ടുമുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പത്രസമ്മേളനവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ഒരിടത്ത് VD സതീശൻ വന്ന് പറയുന്നു വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാവുമെന്ന്. ഇന്നലെ ആദ്യം VD സതീശൻ പ്രതികരിക്കുന്ന സമയത്ത് പ്രതിരോധിക്കാനൊരു ശ്രമം നടത്തുകയും നമ്മളെ അടക്കം, മാധ്യമങ്ങളെ അടക്കം പഴിചാരാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ VD സതീശനത് ബോധ്യമായി. പുറത്തു വന്ന ശബ്ദരേഖകൾ, ഇനി വരാൻ പോകുന്ന ശബ്ദരേഖകൾ, അതിൻ്റെ ആഴവും പരപ്പും ബോധ്യപ്പെട്ട VD സതീശൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയം വെച്ചുകൊണ്ട് ഇന്നും വന്ന് പറയുന്നു വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാവും. രാജിസൂചനയാണ് നൽകിയത്. തൊട്ടു പിന്നാലെ അത് നിഷേധിച്ചുകൊണ്ട് പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഈ ഷാഫി പറമ്പിൽ വന്ന് പറയുന്ന വാചകം CPM-ൽ ഒരു MLA രാജിവെച്ചിട്ടില്ലല്ലോ എന്നുള്ള പ്രതിരോധം തീർക്കുകയാണ്. ഷാഫി പറമ്പിൽ, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറഞ്ഞത്? നമ്മൾ ഈ നിയമസഭയിലെ തന്നെ കണക്കൊന്ന് എടുത്തു നോക്കിയാൽ 3 MLA-മാരല്ലേ നിലവിൽ ആരോപണ വിധേയരായിട്ടുള്ളത്? 2 MLA-മാർ ഏതു ഭാഗത്ത് നിൽക്കുന്നതാണ്? നിങ്ങളുടെ സഹപ്രവർത്തകരായ ആൾക്കാരല്ലേ? അതിലൊന്ന് എൽദോസ് കുന്നപ്പള്ളിയല്ലേ? അയാൾ ബലാത്സംഗ കേസിൽ ഇപ്പോൾ ജാമ്യത്തിലല്ലേ? മറ്റൊരാൾ വിൻസെൻ്റ് MLA അല്ലേ? ഇനി നമുക്കൊക്കെ അറിയാവുന്ന വളരെ മാന്യനായ MLA ആണ്. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നില്ലേ? അദ്ദേഹം ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? മൂന്നാമത്തെ ഒരാളല്ലേ മുകേഷ് MLA? ഇപ്പോൾ നിലവിൽ 2-1 സ്കോർ നില. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടി അങ്ങോട്ട് കണക്ക് വെച്ചാൽ 3-1 എന്ന സ്കോർ നിലയിലേക്ക് മാറില്ലേ? നിങ്ങൾ പാർട്ടിയെ ഒറ്റക്കൊടുക്കുകയാണോ എന്ന് ചോദിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. നിങ്ങൾ പാർട്ടിയെ വീണ്ടും വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ് ഷാഫി ആൻഡ് ടീം. അതുകൊണ്ട് ആദ്യത്തെ എൻ്റെ സബ്മിഷൻ എന്ന് പറയുന്നത്, ഇതിൽ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധിക്കുന്നത് എന്തുകൊണ്ട്? ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ടീം ഒരു വലിയ ദുരൂഹതയായി തുടരുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ഇത് പറയാനുള്ള കാരണം, ഇതൊരു വലിയ മാനങ്ങളുള്ള വിഷയമാണ്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് ഞാൻ കരുതുന്നതേയില്ല. സ്വന്തം ഉടുപ്പും മുണ്ടും കാന്തപുരത്തെ കാണാൻ പോകുമ്പോൾ ഏതു ധരിക്കണമെന്ന് ഷാഫി പറമ്പിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനുവേണ്ടിയാണ് നീലപ്പെട്ടിയിൽ വസ്ത്രം കൊണ്ടുപോയത് വിത്തിൻ ഇൻവേർട്ടഡ് കോമ. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ബൈറ്റാണ്. അങ്ങനെ ഇടേണ്ട വസ്ത്രം പോലും ഷാഫി പറമ്പിലിനോട് ചോദിച്ച് തീരുമാനിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചെയ്തു വെച്ചിരിക്കുന്ന കൊള്ളരുതായ്മകളെക്കുറിച്ചൊന്നും ഷാഫി പറമ്പിൽ അറിഞ്ഞിട്ടേയില്ല. ഷാഫി പറമ്പിൽ അറിഞ്ഞിട്ടേയില്ല. ആരോടാണ് ഷാഫി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് അതിൽ ഷാഫി കൃത്യമായി വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പാപഭാരത്തിൻ്റെ പങ്ക് ഷാഫി പറമ്പിൽ പറ്റിയിട്ടുണ്ടോ എന്ന് രാഷ്ട്രീയ കേരളം സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. ദറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. കാരണം ഇതൊരു സോഷ്യൽ ക്രൈമാണ് സർ. ഈ സോഷ്യൽ ക്രൈം വളരെ ആഴത്തിലുള്ള ഒന്നാണ്. ആരാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ? ചില ആളുകൾ പറഞ്ഞു പ്രജ്വൽ രേവണ്ണയാണ്, കേരളത്തിൻ്റെ പ്രജ്വൽ രേവണ്ണയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പറഞ്ഞത്. പെർവേർഷൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ പ്രജ്വൽ രേവണ്ണ മാത്രമല്ല, ക്രിമിനാലിറ്റിയുടെ കാര്യത്തിൽ 95-ൽ അന്ന് തന്തൂരിയെടുപ്പിൽ കൊന്നുകളഞ്ഞ നയനാസാനിയുണ്ട്. ആ നയനാസാനിയെ ചുട്ടരിച്ച സുശീൽ കുമാർ എന്നൊരു അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുണ്ട്. ആ സുശീൽ കുമാറിൻ്റെ ക്രിമിനാലിറ്റിയും പ്രജ്വൽ രേവണ്ണയുടെ പെർവേർഷനും ഒത്തുചേരുന്ന ഒരാളായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ ശബ്ദരേഖയിലൂടെ. ആ ശബ്ദരേഖയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ ശബ്ദരേഖയിൽ പറഞ്ഞ വാചകമില്ലല്ലേ, കൊല്ലാൻ എത്ര സമയം വേണം എന്നാണ്. ആരോടാ ചോദിക്കുന്നത്? തന്നെ വിശ്വസിച്ച് തന്നോടൊപ്പം എല്ലാം സമർപ്പിച്ചു വന്ന പെൺകുട്ടി തന്നിൽ നിന്ന് ഗർഭം ധരിച്ച് ആ ഗർഭം തൻ്റെ പ്രിവിലേജിന് വേണ്ടി അവസാനിപ്പിക്കണമെന്ന് ഏകപക്ഷീയ തീരുമാനമെടുത്ത് ആ പെൺകുട്ടിയെ പലതരത്തിലും സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കുട്ടിയോട് പറയുകയാണ്, നിന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്നറിയാമോ? ചാടി ഞാൻ ചവിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചാടി ചവിട്ടുമെന്ന് ആരോടാ പറയുന്നത്? അയാളെ വിശ്വസിച്ച് വന്നതല്ലേ ആ പെൺകുട്ടി? വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ച് വന്നതല്ലേ? ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടി കരുതിയതെല്ലാം അയാൾക്ക് സമർപ്പിച്ച് കഴിഞ്ഞ് ഒടുവിൽ ഗർഭിണിയായി കഴിയുമ്പോൾ ആ പെൺകുട്ടിയെ ചാടിച്ചവിട്ടണമെന്നും നിന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരാൾ കേവലം ഒരു ബലാത്സംഗാരോപിതനായ വ്യക്തി മാത്രമല്ല,
അയാളിൽ ഒരു ക്രിമിനാലിറ്റി ഉണ്ട്. അത് തന്തൂരി അടുപ്പിൽ നയനാസാനിയെ ചുട്ടുകൊന്ന എത്ര ആഴത്തിലുള്ള ക്രിമിനാലിറ്റിയാണ് എന്നത് ബോധ്യം വരാൻ ഇനി അധികം സമയം വേണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും പെർവേഷനുള്ള ക്രിമിനാലിറ്റിയുള്ള ഒരാൾ ഇപ്പോഴും ഒരു സോഷ്യൽ ക്രൈം ചെയ്ത് ഒരു സീരിയൽ പ്രഡേറ്ററെ പോലെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കോൺഗ്രസിനെ ലജ്ജിപ്പിക്കുന്നില്ലേ? രാജി ആവശ്യപ്പെടേണ്ട സാഹചര്യമല്ലേ? അയാളെ ഇനിയും പ്രതിരോധിക്കാൻ ഷാഫി പറമ്പിലിന് കഴിയുന്നത് എന്തുകൊണ്ടാണ് ഷാഫി? അതുകൊണ്ട് ഒരു ചോദ്യം കൂടി എനിക്കുണ്ട്. ആ ചോദ്യം ഇതാണ്: നിലവിൽ കേസുകളൊന്നും വന്നിട്ടില്ലല്ലോ, FIRകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് സർക്കാരിനോടും ചോദ്യമുണ്ട് സാർ. നിലവിൽ എത്ര കേസുകളാണ് ഇതിനകം രജിസ്റ്റർ ചെയ്യപ്പെടുമായിരുന്നത്? എത്ര കോഗ്നിസിബിൾ ഒഫൻസുകളാണ് വന്നിരിക്കുന്നത്? എണ്ണി പറഞ്ഞു തരാം. സെക്ഷൻ 89 ഗർഭഛിദ്രം നടത്താൻ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ നിരന്തരം സമ്മർദ്ദം ചെലുത്തി ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയടക്കം ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും ഞാൻ നിന്നെ ചാടിച്ചവിട്ടുമെന്നും നിന്നെ കൊല്ലാൻ സമയം വേണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, തെറി വിളിച്ചുകൊണ്ട്, അബ്യൂസീവായ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ ഗർഭഛിദ്രം നടത്താൻ വേണ്ടി, ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ഗർഭഛിദ്രമാണ് എന്നാണ് ചില സൂചനകൾ വരുന്നത്, 1ഓ 2ഓ എന്ന് എനിക്ക് നിശ്ചയമില്ല. അങ്ങനെയാണെങ്കിൽ അതിക്രൂരമാണ്. അതായത് ഒരിക്കൽ ഈ കുട്ടി ചതിക്കപ്പെട്ടു, വീണ്ടും ആ കുട്ടി ഉപയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. അതിനുശേഷം വീണ്ടും ആ കുട്ടി ക്യാരി ചെയ്യുന്ന സമയത്ത് ആ കുട്ടി കരഞ്ഞു പറയുന്നുണ്ട്, ഇത് ഉപേക്ഷിക്കാൻ കഴിയില്ല, സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയാൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന BNS സെക്ഷൻ 89 പ്രകാരമുള്ള കുറ്റകൃത്യമാണ് സാർ. അതൊരു കോഗ്നിസിബിൾ ഒഫൻസ് ആണ്, കേസെടുക്കണ്ടേ? അടുത്തത് സെക്ഷൻ 69 വിവാഹ വാഗ്ദാനം നൽകി നിങ്ങൾ ഒരു കുട്ടിയെ പീഡിപ്പിക്കുകയാണെങ്കിൽ ഓഫറുകൾ വഴി, തെറ്റായ ഓഫറുകൾ കൊടുത്തുകൊണ്ട്, ഫാൾസ് പ്രൊമൈസുകൾ വെച്ചുകൊണ്ട്, തെറ്റായി നിങ്ങളെ അവരെ ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ അവർ പീഡിപ്പിക്കുകയാണെങ്കിൽ സെക്ഷൻ 69 പ്രകാരം. സെക്ഷൻ 28 തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കൺസെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് പ്രിവിലേജ് പൊസിഷൻ. ഞാൻ ഇന്നലെ ഇത് വിശദമായി തന്നെ പറഞ്ഞതാണ്. ഒരു പ്രിവിലേജ് പൊസിഷനിൽ ഇരുന്നു കൊണ്ട്, ആ ആരാധന കൊണ്ടോ ഒരു മോറൽ ഹൈ ഹാൻഡഡ്നെസ് കൊണ്ടോ ഏതെങ്കിലും ഒരു അധികാരത്തിൻ്റെ ബലം കൊണ്ടോ അതിൻ്റെ ബലത്തിൽ മാത്രം ഒരു പെൺകുട്ടിക്ക് തോന്നുന്ന ഒരാരാധനയെ അല്ലെങ്കിൽ ആ പരിചയത്തെ ലൈംഗികതയിലേക്ക്, കൺസെന്റിലേക്ക് മാറ്റുകയും ആ ഒടുവിൽ തിരിച്ചറിയുമ്പോൾ ആ കൺസെന്റ് പിൻവാങ്ങുന്ന സമയത്ത് വീണ്ടും തുടർച്ചയായി കൺസെന്റിന് പോവുകയും ചെയ്യുന്നു. തെറ്റിദ്ധരിപ്പിച്ച കൺസെന്റോടുകൂടിയുള്ള ലൈംഗിക ബന്ധം സെക്ഷൻ 28. അതേപോലെ സെക്ഷൻ 78 നിരന്തരമായൊരു പെൺകുട്ടിയെ പിന്തുടരുക. എത്ര പെൺകുട്ടികൾ? തെളിവുകളുണ്ട്. 1ഓ 2ഓ 3ഓ അല്ല, ഒരു ഡസനല്ല, 2ഓ 3ഓ ഡസൻ പെൺകുട്ടികളുടെ ചാറ്റുകളുണ്ട്. ആ ചാറ്റുകളിൽ നിരന്തരം പിന്തുടർന്ന് സ്റ്റാക്ക് ചെയ്യുക എന്ന് പറയും. അത് സെക്ഷൻ 78 പ്രകാരം 3 വർഷം തടവ് ശിക്ഷയും വീണ്ടും ചെയ്താൽ 5 വർഷം കൂടി തടവ് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റകൃത്യമല്ലേ? സെക്ഷൻ 75 ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കൽ. നിങ്ങളെ ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി, 5 നക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ച് സ്വകാര്യതയിൽ ലൈംഗിക ബന്ധം വേണമെന്ന് ആവശ്യപ്പെടുന്നത്, ഒരു പെൺകുട്ടിയുടെ മൊഡസ്റ്റിയെ നിങ്ങൾ അപമാനിക്കുന്നത് സെക്ഷൻ 79. അപ്പോൾ സെക്ഷൻ 79 മൊഡസ്റ്റിയെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്, മാന്യതയെ ചോദ്യം ചെയ്യുന്നത്. സെക്ഷൻ 89 ഗർഭഛിദ്രം നിങ്ങൾ പെൺകുട്ടിയുടെ ആ താല്പര്യപ്രകാരമല്ലാതെ സമ്മർദ്ദം ചെലുത്തി നടത്താൻ നോക്കുന്നത്. സെക്ഷൻ 69 നിങ്ങൾക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നത്. സെക്ഷൻ 28 തെറ്റിദ്ധരിപ്പിക്കുന്ന കൺസെന്റ് ഉപയോഗിക്കുന്നത്. സെക്ഷൻ 78 നിങ്ങൾ ഒരു പെൺകുട്ടിയെ പിന്തുടർന്ന് നിങ്ങൾ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. സെക്ഷൻ 75 നിങ്ങൾ ലൈംഗിക ആവശ്യത്തോടു കൂടി ഒരു പെൺകുട്ടിയെ മെസ്സേജുകൾ അയച്ച് നിരന്തരം പിന്തുടരുന്നത്. ഇത്രയും കോഗ്നിസിബിൾ ഒഫൻസസ് ചെയ്തു കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. ഇത് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. അതൊരു കോഗ്നിസിബിൾ ഒഫൻസ് ആവുന്നത് സ്റ്റേറ്റിന് കേസെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. എന്തേ കേസ് സ്റ്റേറ്റ് എടുക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന ചോദ്യം. അതുകൊണ്ട് FIR ഇട്ടില്ല എന്നതിവിടെ നിൽക്കില്ല. ഇതൊരു സോഷ്യൽ ക്രൈമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മറ്റെല്ലാ കേസുകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഞാൻ പറയുന്നു, എൽദോസിൻ്റെ കാര്യത്തിലും ഈ പറയുന്ന വിൻസെന്റിൻ്റെ കാര്യത്തിലും കോടതിയിൽ അത് കുറ്റം തെളിയിക്കപ്പെടേണ്ടതാണെങ്കിൽ ഇവിടെ മൊറാലിറ്റിയുടെ പേരിൽ മാത്രമല്ല, ഒരു സോഷ്യൽ ക്രൈമായി ഇത് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഒരാളെ ഇനി നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിന് ഷാഫി പറമ്പിൽ കൂടി മറുപടി പറയേണ്ടതാണ്. ഷാഫി പറമ്പിൽ ഇന്ന് പറഞ്ഞു വെച്ചതും അതാണ്. നിർഭാഗ്യവശാൽ അത് ദുർബലമായ പ്രതിരോധമായി പോയി ശ്രീ ഷാഫി പറമ്പിൽ. രണ്ടാമത്തെ ഒരു ഗൗരവമേറിയ വിഷയം ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ആലോചിക്കേണ്ടതാണ്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞാൽ, പുതിയ തലമുറയിലെ കുട്ടികൾ ന്യൂ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് എന്നുള്ളതാണ്. ഇവരുടെ നേതൃത്വത്തിൽ ഒരു ക്രൈം സിൻഡിക്കേറ്റിന് തുല്യമായ രീതിയിലുള്ള സൈബർ ചാവേറുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പാർട്ടികൾക്കും അവരുടേതായ സൈബർ ഗ്രൂപ്പുകളും അണികളും ഉണ്ടാകും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ? വേണ്ട സമയത്ത് വർഗീയതയും, വേണ്ട സമയത്ത് ആണധികാരത്തിൻ്റെ സ്വഭാവവും, വേണ്ട സമയത്ത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യവും തീർക്കുന്ന സൈബർ കൂട്ടങ്ങളാണ്
പാർട്ടി എന്ന് ധരിപ്പിക്കത്തക്ക രീതിയിൽ അത് മൂലധനമായി ഉപയോഗിച്ചാണ് അവർ പെരുമാറുന്നത്. അതിന് ഇരകൾ ആരൊക്കെയാണെന്നറിയാമോ? ഞാനൊരു മെസ്സേജ് വായിക്കാം സർ. ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഒരു പെൺകുട്ടി, ഒരു യുവതി ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ പരാതികൾ സമൂഹത്തിന് മുന്നിൽ ഉന്നയിച്ച സകല പെൺകുട്ടികളെയും സ്ലട്ട് ഷെയിം ചെയ്യുന്ന ആയിരക്കണക്കിന് പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൽ കുറേ എണ്ണം വിഷയത്തിൽ പ്രതിരോധത്തിലായവർ PR എക്സസൈസിൻ്റെ ഭാഗമായി ഇടുന്നതായിരിക്കാം. പക്ഷേ ബാക്കിയെല്ലാം തന്നെ ജീവിച്ചിരിക്കുന്ന രക്തവും മാംസവും മജ്ജയുമുള്ള സാധാരണ ജനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം മകളെ, സഹോദരിയോ അമ്മയോ ഏതു നിമിഷവും കടന്നുപോയേക്കാവുന്ന ഒരു സാഹചര്യം നേരിടുന്ന പെൺകുട്ടികൾ സ്ലട്ട് ഷെയിം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ നിശബ്ദത പാലിക്കുന്നത് പോലും കുറ്റകരമാണെന്നിരിക്കെ പാർട്ടിയിലെ ഏതെങ്കിലും ചെറുപ്പക്കാർ വരുമ്പോൾ അവരെ ഗർഭക്കേസിലും പെണ്ണുകേസിലും പെടുത്തി നശിപ്പിക്കുന്നു എന്ന് പറയുന്ന അശ്ലീല തമാശ കൊണ്ട് നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്നതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പെയ്ഡ് PR എക്സസൈസ് വഴി സ്ലട്ട് ഷെയ്മിംഗ് നടത്തി ഈ പരാതി പറയാൻ വരുന്ന പെൺകുട്ടികളെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയും അവരെ സമൂഹത്തിന് മുന്നിൽ താറടിച്ച് കാണിക്കുകയുമല്ലേ ചെയ്തത്? റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേരിൽ പ്രചരിപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾക്ക്, അതിൻ്റെ ചിത്രങ്ങൾക്ക്, അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ പെയ്ഡ് PR ടീമുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. അടുത്ത മറ്റൊരു ചോദ്യം കൂടിയുണ്ട് സാർ. ഇന്നിപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു മുതിർന്ന നേതാവിൻ്റെ പേരിൽ, ഇതേ പെൺകുട്ടിയുടെ പേരിൽ നിങ്ങൾ തിരിഞ്ഞ് പ്രചരണം നടത്തുന്നതായും ഞങ്ങൾക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ കളിക്കുന്ന കളി തീ കൊണ്ടുള്ള കളിയാണ്. ഇത് കേരളത്തിന് ഇന്നേ വരെ പരിചയമില്ലാത്തൊരു കളിയാണ്. കാരണം ഇതൊരു സോഷ്യൽ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായി ഒരു കൂട്ടം പെർവേർട്ടുകളായ സൈബർ വെട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് സ്ലട്ട് ഷെയ്മിംഗ് നടത്തുക എന്നുള്ളത് അനാരോഗ്യകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. അത് CPM ചെയ്താലും കോൺഗ്രസ് ചെയ്താലും. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ ഇരകളെ സ്ലട്ട് ഷെയിം ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇത് ഈ പെൺകുട്ടികൾക്ക് നേരെ മാത്രമല്ല സാർ, പാർട്ടിക്കുള്ളിൽ യൂത്ത് കോൺഗ്രസിനുള്ളിൽ അബിൻ വർക്കിക്ക് നേരെ കട്ടപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്നലെ പ്രചരണം തുടങ്ങിയത്. അതെന്തിനാണെന്നറിയാമോ? അത് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാതിരിക്കാൻ സ്വാഭാവിക നീതി എന്നുണ്ട്. അബിൻ വർക്കിയുടെ വാക്ക് ഞാൻ കടമെടുത്താൽ എന്താ ഈ നാച്ചുറൽ ജസ്റ്റിസ്, സ്വാഭാവിക നീതി? എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നതൊരു അനൂപായിരുന്നു. ആ അനൂപിനെ ഏകദേശം സമാനമായ കേസിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു യൂത്ത് കോൺഗ്രസിൽ. അന്ന് അങ്ങനെ വന്നപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്ന ഒരു സിജോ ജോസഫാണ് പ്രസിഡന്റായിട്ട് അവിടെ വരുന്നത്. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ അത് സംഭവിക്കാമെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് 2ാം സ്ഥാനക്കാരനായ അതിൻ്റെ വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ പരിഗണിക്കുന്നതിന് എന്താ പ്രശ്നം? അതുവരെ ഇല്ലാത്ത ഒരു സാമുദായിക സമവാക്യത്തിൻ്റെ കണക്കെങ്ങനെ വന്നു? കണക്ക് നോക്കിയാൽ ഒരുപാട് പറയാനുണ്ട്. അത് പിന്നീടൊരു ഘട്ടത്തിൽ ഞാൻ പറയാം. പക്ഷേ ഇവിടെ ആ അബിൻ വർക്കിക്കെതിരെ പോലും ഒരു സോഷ്യൽ മീഡിയയിലും ഒരു ക്യാമ്പയിൻ നടത്താത്ത ആളാണ് അബിൻ വർക്കി. ഈ അഭിജിത്ത് നടത്തിയിട്ടില്ല. സ്നേഹ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എതിരെ എത്രമാത്രം വൈൽഡായിരിക്കുന്ന, പുളിച്ച് തികട്ടുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആ അറ്റാക്കിനെ ഈ പാവപ്പെട്ട ആളുകൾ തിരിച്ചു പ്രതിരോധിക്കാൻ പെയ്ഡ് പ്രൊമോഷൻ നടത്താനുള്ള ശേഷിയില്ലാത്ത മനുഷ്യർ ഇവരുടെ ഈ അറ്റാക്കിന് മുന്നിൽ തകർന്നു പോകും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, ഇത് കേരളം തിരിച്ചറിയുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ പരിചിതമല്ലാത്ത ഒരുതരം വൃത്തികെട്ട മെയിൽ ഷോവനിസ്റ്റിക്കായ ആണധികാരത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള പുളിച്ചു തികട്ടലുമുള്ള ഒരു സംവിധാനത്തെ വളർത്തിയെടുത്തു കൊണ്ടുവരാൻ ഒരു പുതിയ PR ടീമിൻ്റെ ഭാഗമായി ചിലർ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് VD സതീശൻ എടുത്ത നിലപാട്, ആർജവമുള്ള നിലപാടിനെ ഷാഫി പറമ്പിൽ തള്ളിപ്പറഞ്ഞതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞു? അതാണ് എനിക്കറിയേണ്ടത്. ഷാഫി പറമ്പിൽ MP-ക്ക് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഞാൻ ഇത്രയും സൂചിപ്പിച്ച എണ്ണി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു ആരോപിതർക്കും ബാധകമല്ലാത്ത കാര്യങ്ങൾ, മുകേഷിൻ്റെ ആണെങ്കിലോ എൽദോസിൻ്റെ ആണെങ്കിലോ വിൻസെന്റിൻ്റെ കാര്യത്തിലോ ആണെങ്കിലോ ഇതേപോലെ ഒരു സീരിയൽ പ്രഡേറ്റർ എന്ന നിലയിൽ പെൺകുട്ടികൾ ഒന്നൊന്നായിട്ട് വന്ന് തെളിവുകൾ നൽകിയിട്ടില്ല. ആരുടെയും ഗർഭഛിദ്രത്തിൻ്റെ പേരിൽ തെളിവുകൾ നൽകിയിട്ടില്ല. ആരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ആരെയും ചാടിച്ചവിട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഈ ശബ്ദരേഖകളൊന്നും ആ അർത്ഥത്തിൽ പ്രചരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു കേസിൽ തെളിവുകൾ സഹിതം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടും ആ MLA പാലക്കാട് തുടരാൻ അനുവദിക്കുമ്പോൾ ആ വലിയ ഒരു മൊറാലിറ്റി പ്രശ്നം മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ അതിജീവനത്തിൻ്റെ പ്രശ്നം കൂടിയായിട്ട് മാറുന്നു. ഒരു മനുഷ്യൻ ബീഹാറിൽ വെയിൽ കൊള്ളുന്നുണ്ട് എന്ന് ഓർമ്മിക്കണം. ആ മനുഷ്യൻ്റെ വാർത്ത കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. രാഹുൽ ഗാന്ധിയേക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടതെങ്കിൽ നിങ്ങൾ രാജിവെക്കേണ്ട, സംരക്ഷിച്ചു പിടിച്ചോളൂ. പക്ഷേ കേരളം ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടാണ് ശരി. അതിൻ്റെ തുടർച്ചയുണ്ടാവണം. രാജിയല്ലാതെ മറ്റൊരു മാർഗമില്ല. ആ രാജി കൊണ്ടല്ലാതെ ഈ കളങ്കം കഴുകിക്കളയാൻ കോൺഗ്രസിന് കഴിയില്ല. അത് ഷാഫി എതിർത്താലും VT ബൽറാം എതിർത്താലും പാർട്ടിക്കൊരു നിലപാടുണ്ടാവണം. അത് സ്ത്രീപക്ഷ നിലപാടാവണം. അത് ബോധ്യപ്പെടുത്താനുള്ള അവസരമാണിതെന്നാണ് എൻ്റെ ടേക്ക്. രാജി വേണ്ടേ എന്ന ചോദ്യത്തിന് രാജി വേണം എന്നാണ് 3 പേരുടെയും അഭിപ്രായം.
Meet the editors.